മൈവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. നമ്മുടെ നാട്ടിലെ ആത്മീയ ദൈവങ്ങൾ എവിടെയാണ്? പറഞ്ഞു വരുന്നത് ആൾ ദൈവങ്ങൾ എവിടെയാണ്? ആൾ ദൈവങ്ങൾ ഈ സമയത്തല്ലേ യഥാർത്ഥത്തിൽ ഭക്തരായ ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ടത്? അവരെ ഇപ്പോഴല്ലേ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കേണ്ടത്? അവർക്ക് ആശ്വാസമാകുന്നത് ഈ നിമിഷങ്ങളിലല്ലേ? പറഞ്ഞു വരുന്നത് COVID-19 അഥവാ കൊറോണ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, കൊറോണ എന്ന മാരക രോഗം അത് ജനങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന ഈ സമയത്തല്ലേ ആൾ ദൈവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ദൈവമാണെന്ന് പറയുന്ന ആളുകൾ സമാധാനം നൽകി ഒരു കെട്ടിപ്പിടുത്തം കൊടുക്കേണ്ടത്? എവിടെയാണ് ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളുള്ളത്? കൊറോണ ബാധിച്ചേക്കുമെന്ന് പേടിച്ച് സ്വന്തം ആശ്രമങ്ങളൊക്കെ പൂട്ടിവെച്ചിട്ട് സീലടിച്ചു വെച്ച് തൽക്കാലം താനില്ല എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുന്ന അമൃതാനന്ദമായി ഒരിടത്ത്, അതേപോലെ പലയിടങ്ങളിലും മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന തട്ടിപ്പുകാർ ഞങ്ങൾ ഇന്നില്ല, തൽക്കാലം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുന്നവർ, ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ കാര്യം പറയേണ്ടതില്ല. നമുക്ക് ഈ അടുത്ത് തന്നെ വന്ന ഒരു വിവരം എന്ന് പറയുന്നത്, കൊറോണയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, കൊറോണ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുകയില്ല, അതിനാൽ ഞാൻ വിളിച്ചു ചേർക്കുന്ന ഒരു യോഗത്തിലേക്ക് വരിക, ആ യോഗത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ. അങ്ങനെ ആ യോഗത്തിലേക്ക് വന്ന എല്ലാവർക്കും കൊറോണ പിടിക്കുകയും പ്രാർത്ഥിച്ചു തരാം, നിങ്ങളുടെ രോഗം മാറ്റാമെന്ന് പറഞ്ഞ ഈ പുരോഹിതനടക്കം കൊറോണ ബാധിക്കുകയും ചെയ്ത വലിയ ഒരു ഗുരുതരാവസ്ഥ നമ്മുടെ ലോകത്ത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനാൽ ആത്മീയ തട്ടിപ്പുകളിൽ നിങ്ങൾ വീണു പോകരുത്. കൃത്യമായി ആരോഗ്യ വകുപ്പ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് വിമിഷ വിനോദെ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യ വകുപ്പ് നൽകുന്ന ആ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് ഈ കൊറോണയെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം ഒരുപാട് വ്യാജ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും അകപ്പെട്ടു പോകരുത്. സർക്കാർ പറയുന്നത് പോലെ തന്നെ നമുക്ക് അധികമായിട്ട് ഒന്നും വേണ്ട, ജാഗ്രത മാത്രം മതി. ഇതിനെ നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റും. നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 3800ഓളം ആൾക്കാരാണ് കൊറോണ ബാധിച്ച് നമ്മുടെ ലോകത്ത് മൊത്തത്തില് മരണപ്പെട്ടിട്ടുള്ളത്. കേരളത്തില് രോഗബാധിതരുണ്ടെങ്കിൽ കൂടി ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം എത്ര ആളുകളാണ്? 41ഓളം കേസുകളാണ് ഇപ്പോൾ നിലവില് കേരളത്തില് ഇപ്പോൾ 41ഓളം കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വ്യാജ വാർത്തകൾ മാക്സിമം ഒഴിവാക്കുക, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ലോകത്ത് തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ആരോഗ്യ വകുപ്പാണ്. രാഷ്ട്രീയമൊന്നും നമ്മൾ നോക്കാതെ എടുത്തു പറയാം, ശൈലജ ടീച്ചറുടെ കയ്യിൽ കേരളം ഭദ്രമാണ്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയിൽ നിന്ന്, ആരോഗ്യ വകുപ്പിൽ നിന്ന് ഓരോ നിമിഷവും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും നല്ല ഒരു ആരോഗ്യ വകുപ്പ് തന്നെ നമുക്ക് കൂടെയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. മാക്സിമം നമ്മൾ ഹൈജീൻ ആയിട്ട് ഇരിക്കുക, അതായത് വ്യക്തിപരമായിട്ടുള്ള വൃത്തി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വ്യക്തിപരമായ വൃത്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് കഴിഞ്ഞാലും കൈ കഴുകുക, മുഖം വൃത്തിയായി സൂക്ഷിക്കുക, നമ്മുടെ ബോഡി വൃത്തിയായി സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ മാക്സിമം നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. അതായത് പറ്റുവാണെങ്കിൽ നിങ്ങളൊരു മാസ്ക് ധരിച്ച് തന്നെ പുറത്തിറങ്ങിക്കോളൂ. അതൊരു ജാഗ്രതയാണ്. കാരണം പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കൊറോണ അല്ലെങ്കിൽ ഈ COVID-19 ഇതുവരെയായിട്ടും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ലോകത്തുള്ള വിദഗ്ധന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ സത്യം അവിടെ നിലനിൽക്കുകയാണ്. പിന്നെ എന്താണ് പുതിയ വിവരങ്ങൾ? ഈ വ്യാജ വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കുകയാണല്ലോ. അതെ, അതിനെതിരെ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തില്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ദയവ് ചെയ്ത്. അതായത് നമുക്ക് ആരെയും പരിഭ്രാന്തരാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. സൂക്ഷിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം. നമുക്ക് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ്. പരിപൂർണമായും നമ്മൾ ആരോഗ്യ വകുപ്പുമായി സഹകരിക്കുക. കാരണം നമ്മൾ
ആരോഗ്യ വകുപ്പ് എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശങ്ങൾ പരിപൂർണതയിലൂടെ നമ്മളത് മുന്നോട്ട് കൊണ്ടുവന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം ഇത് ഒരാളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നൊരു സൂചന ലഭിച്ചിട്ട് ആരോഗ്യ വകുപ്പ് അത്രയധികം പ്രഷർ കൊടുത്തിട്ട് പോലും ചികിത്സിക്കാനുള്ള ഒരു ഐസൊലേഷൻ വാർഡിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കാത്ത ഒരു സിറ്റുവേഷൻസ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. അതിന് നമ്മളൊരു വ്ളോഗർ കാണിച്ച ആത്മധൈര്യം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ തലപ്പാടി സ്വദേശിയായ ഒരു വ്യക്തിയും കർണാടകയിലെ വെൻലോക്ക് ആശുപത്രിയിലുണ്ടായ ആ കാര്യം എടുത്തു പറയേണ്ടതാണ്. അതായത് കർണാടകയിലെ വെൻലോക്ക് ആശുപത്രിയിൽ ഈ COVID-19 ബാധിതനായിട്ടുള്ള ഒരാളെ ചികിത്സയ്ക്ക് എത്തിക്കുന്നു. അതിനിടയിൽ രാവിലെ ഡോക്ടർമാർ നോക്കുന്ന സമയത്ത് ആ വ്യക്തി അവിടെ ഇല്ല. ആ വ്യക്തി എന്താണ് അവിടെ ചെയ്യുന്നുള്ളത്? ആ വ്യക്തിക്ക് പകർന്ന ആ രോഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അയാൾ പ്രയത്നിക്കുന്നു എന്ന് നമുക്കത് അതിനു മുന്നിൽ നിർത്തി പറയേണ്ടി വരും. കാരണം അതൊരു വലിയ ദ്രോഹമാണ്, രാജ്യദ്രോഹത്തിന് സമാനമായിട്ടുള്ള കാര്യമാണ്. കാരണം തനിക്ക് പകർന്ന ഒരു രോഗം അത് തന്നിൽ നിന്ന് മാറ്റിയെടുക്കാനാണ് അയാൾ ശ്രമിക്കേണ്ടത്. അതിൽ നിന്ന് വിപരീതമായിട്ട് അയാൾ എന്താണ് ചെയ്യുന്നത്? തനിക്ക് പകർന്ന രോഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവ രീതി കാണുന്നുണ്ട്. അതിനെ നമ്മൾ പ്രതിരോധിച്ച് ഇല്ലാതാക്കുക തന്നെ വേണം. ഇപ്പം നിലവിലെ ചൈനയുടെ അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചൈനയിൽ ഒരു മേഖല തന്നെ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് വല്ലാത്ത വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതല്ലാതെ വേറെ വഴിയില്ല. 50 പേരെ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും പരിഭ്രാന്തിയിലാക്കുന്നതിനേക്കാൾ നല്ലത് 50 പേരെ മാറ്റി നിർത്തുന്നതാണ്. അത് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് ബാധിക്കപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ ആരോഗ്യ വകുപ്പുമായി സഹകരിക്കേണ്ടതുണ്ട്. വിംഷ വിനോദിന് ബാധിക്കപ്പെട്ട് കഴിഞ്ഞാലും ആരോഗ്യ വകുപ്പുമായി സഹകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കടമയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ശുദ്ധിയായിരിക്കുക, അല്ലേ? നമ്മൾ നല്ല രീതിയിൽ ജാഗ്രത പാലിക്കുക. അതായത് 24 മണിക്കൂറും ഓപ്പണായി നിർത്തിയിട്ടുള്ള എന്താ പറയുക കോൾ സെന്ററുകളുണ്ട് നമുക്കിതിനു വേണ്ടി. COVID-19 പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള റിപ്പോർട്ട്സ് ഉണ്ടായെങ്കിലും നമുക്ക് ബന്ധപ്പെടാൻ ആരോഗ്യ വകുപ്പ് ടോൾ ഫ്രീ ആയിട്ടുള്ള നമ്പറുകളും നമുക്ക് സെന്ററുകൾ എന്നും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അതായത് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ നിന്ന് തന്നെ അതിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മൾ നിപ്പയെ ചെറുത്തു തോൽപ്പിച്ചവരാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം എന്തായാലും നിപ്പയോളം അപകടകരമല്ല എങ്കിൽ പോലും പടർന്നു പിടിക്കുന്നതിൽ കൊറോണ അപകടകാരിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമ്മൾ പ്രതിരോധിക്കുക, കൂട്ടമായി നിന്നുകൊണ്ട് പ്രതിരോധിക്കുക. പിന്നെ പൊതുപരിപാടികൾ, അതായത് ചില പൊതുപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് തൽക്കാലം ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒന്ന് മാറി നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമുക്ക് വേണ്ടത് നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനിൽ പ്രതീക്ഷയുള്ള ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, അവർക്കൊക്കെ നമ്മളെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. പബ്ലിക് കേരള വീണ്ടും പുതിയ നിർദ്ദേശങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആ ചോദ്യങ്ങൾക്ക് മൊത്തം ഞങ്ങൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പ്രിയ അല്ലേ? ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.